നബിദിന വ്ളോഗ് 3 പാർട്ടായിട്ടായിരുന്നു. പാർട്ട് 1 ഡെക്കറേഷൻ പോയേക്കാം. ഡെക്കറേഷനിൽ ഇക്കൊല്ലത്തെ ട്രെൻഡ് വലമ്മ റിബൺ കട്ടലാണ്. നമുക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ചെയ്തോക്കാം. കോഴിക്കോട് അനാൻസിന്റെ പരിപാടി ഉണ്ട്, എല്ലാവർക്കും പോകാനൊക്കെ ബുദ്ധിയുണ്ട്. പക്ഷെ നമ്മളത് ഒഴിവാക്കി നബിദിനത്തിന് വേണ്ടിയില്ലേ. ഓഫ് കോഴ്സ് അതുകൊണ്ടൊക്കെ കാര്യം ഉണ്ടാവും. ആദ്യം റിബൺ ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കണം. നമ്മൾ ഏകദേശം ഒരു 50 സെന്റിമീറ്ററോളം വലുപ്പത്തിൽ എടുത്തിരുന്നു. എന്നിട്ട് ഓരോ കളർ റിബൺ ഓരോ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ കട്ടേണ്ടത്. അതിന് ബോർഡർ തീരുമാനിക്കണം, അതുവരെ മഞ്ഞ, ഇതുവരെ നീല എന്നൊക്കെ ആയിട്ട്. പിന്നെ ഓരോ കളറിന്റെ അതിർത്തിയിലായിട്ട് ആ കളർ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക. മഗ്‌രിബിന്റെ ശേഷം തൊട്ടും രാത്രി 2 മണി വരെ നമ്മളെ പരിപാടി ഉണ്ടായി. മക്കളൊക്കെ നല്ല സജീവമായിട്ടുണ്ടായിരുന്നു. ഈ നാജിദ് ഇപ്പൊ എന്നെ കണ്ടിട്ട് മെല്ലെ മെല്ലെ വ്ളോഗ് കൊടുക്കുന്നുണ്ട്. ഈ നല്ല കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു മീഡിയ വ്ളോഗ്. 12:03 വെറും 12:03 രാത്രി 12:03 മഴ. ആ മയത്ത് ഗൈസ് നോക്കി ഗൈസ്, നമ്മൾ മദ്രസയിലെ പൊന്നുമുത്തി നബിക്ക് വേണ്ടി നമ്മൾ ഇവിടെ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടില് നിങ്ങൾ എല്ലാവരും അറിയണം ഗൈസ്. നോക്കുക, ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഫൈനൽ റിസൾട്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഏകദേശം ഒരു 5-8 ആളുടെ മഗ്‌രിബ് മുതൽ രാത്രി 2 മണി വരെയുള്ള വർക്കിന്റെ റിസൾട്ട് ആണ് ഇത്. റോഡിൽ നിന്ന് മദ്രസയിലേക്ക് കാണുന്ന ഭാഗം അലങ്കരിച്ചിരുന്നു കേട്ടോ. ഈ പള്ളിത്തായം ഭാഗത്തെ റാലി ഭയങ്കര സംഭവം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നാളെ അതിന്റെ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമ.